ഹായ് നമസ്തേ. അമ്മൂസ് ഉടൻ ബോളിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ സ്പൈസി ചിക്കൻ റോസ്റ്റാണ്. സ്പൈസി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാർത്ത് വെച്ചതാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 20 കുഞ്ഞുള്ളി അഥവാ ചെറിയുള്ളി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിൽ തിരുമ്മി പിടിപ്പിച്ച് വെക്കാം. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇഞ്ചി ചതച്ചത് ചേർത്ത കാരണം അടിയിൽ പിടിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മളൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മീറ്റിലൊക്കെ നന്നായിട്ട് ഉപ്പും മുളകും ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കും. ചിക്കൻ മീറ്റ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇത്രയും ഒരു ചാറ് ഇതിൽ മാറ്റി വെക്കണം. നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആവശ്യമാണ്. നോൺ സ്റ്റിക്ക് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 വലിയ സബോള ചെറുതാക്കി നുറുക്കിയത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സബോളയുടെയൊക്കെ കളറ് മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണത് വരെ ഇളക്കി കൊടുക്കാം. സബോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതൊക്കെ പച്ചമണം മാറി നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കണില്ല. സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മീറ്റ് ചാറോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ മീറ്റിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മീറ്റ് വേവിച്ചപ്പോൾ ചാറോട് കൂടി തന്നെ മാറ്റി വെച്ചത്. അപ്പോൾ ഈ ചാറിലിരുന്നിട്ട് മസാലയൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അതിന് ശേഷം ഈ ചാറൊക്കെ വറ്റിയിട്ട് ഈ മസാലയിൽ പിടിച്ച് ഇത് നല്ല റോസ്റ്റായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു പരുവത്തിലാണ് ചിക്കൻ റോസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. അതല്ല നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ട് ചിക്കൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി ഇളം തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഈ സമയത്ത് ചെറുതാക്കി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതൊന്നും ചേർക്കണില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്കിതൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ബാച്ചിലേഴ്സ് സ്പെഷ്യൽ സ്പൈസി ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്